ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി തൃശൂർ പിടിച്ചെടുത്തതു മുതൽ തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവും സുരേഷ് ഗോപിക്ക് മുന്നിൽ മന്ത്രിസ്ഥാനം വെച്ചുനീട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരിലായിരുന്നു സുരേഷ് ഗോപിയുടെ പേരും ഉൾപ്പെടുത്തിയത്. കേരളത്തിൽ ഒരു സീറ്റെന്ന പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന സ്വപ്നം നിറവേറ്റിയതിനുള്ള അംഗീകാരം കൂടിയാണ് സുരേഷ് ഗോപിക്ക് മുന്നിൽ വെച്ചുനീട്ടിയ കേന്ദ്ര മന്ത്രിസ്ഥാനം. എന്നാൽ സുരേഷ് ഗോപി ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമോ എന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായാൽ സിനിമകൾ മുടങ്ങുമോ എന്ന ആശങ്ക കാരണമാണ് അദ്ദേഹം മന്ത്രി പദവി എടുക്കാത്തതെന്നാണ് സൂചന. 4 സിനിമകൾക്കായി ഇതിനോടകം തന്നെ താരം കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 2 വർഷത്തേക്ക് സിനിമകളിൽ അഭിനയിക്കാൻ കരാർ ഒപ്പിട്ടെന്നും അതിന് കേന്ദ്രമന്ത്രിസ്ഥാനം തടസ്സമാകുമോ എന്ന ആശങ്കയും സുരേഷ് ഗോപി പാർട്ടി നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ മന്ത്രി പദവി ഏറ്റെടുക്കാൻ സുരേഷ് ഗോപിക്ക് മേൽ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ശക്തമായ സമ്മർദ്ദം ചെലുത്തി. ഏതായാലും അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കേന്ദ്രമന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ അനുസരിക്കുന്നു എന്നാണ് തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം സുരേഷ് ഗോപിക്ക് പുറമെ ആരായിരിക്കും കേരളത്തിൽ നിന്നും മന്ത്രിസഭയിൽ ഇടം പിടിക്കുകയെന്ന ചർച്ചകളും ശക്തമാണ്. 2ാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ എന്നിവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നറുക്കു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനു പുറമെ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യന്റെ പേരും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ബി.ജെ.പി. ദേശീയ നേതാക്കൾ ജോർജ് കുര്യനുമായി ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്. ജോർജ് കുര്യൻ ഇപ്പോൾ ഡൽഹിയിൽ തുടരുകയാണ്. പാർട്ടിയുടെ ന്യൂനപക്ഷമാണ് അദ്ദേഹം. കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ബി.ജെ.പിയിലേക്ക് എത്തിക്കാൻ നിർണായക പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തി കൂടിയാണ് ജോർജ് കുര്യൻ. അതേസമയം ഇന്ന് വൈകിട്ട് 7:15 തുടങ്ങുന്ന 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലാണ് ഒരുക്കങ്ങൾ. ചടങ്ങിൽ പങ്കെടുക്കാനായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, സീഷെൽസ് ഉപരാഷ്ട്രപതി അഹമ്മ അഫീഫ് എന്നിവർ ഡൽഹിയിൽ എത്തിച്ചേർന്നു. സിനിമാ താരങ്ങളടക്കം ചടങ്ങിൽ പങ്കെടുക്കും. അമിത്ഷാ, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് എന്നിവരെ ഇത്തവണയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. പ്രഹ്ലാദ് ജോഷിക്കും ജിതിൻ റാം മാഞ്ചിക്കും മന്ത്രിസ്ഥാനം നൽകും. ആദ്യഘട്ടത്തിൽ 45 മിനിറ്റോളം നീളുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി മോദിക്കൊപ്പം 30ഓളം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. മന്ത്രിസ്ഥാനത്തേക്ക് രാംമോഹൻ നായിഡുവിന്റെയും ചന്ദ്രശേഖർ പെമ്മസാനിയുടെയും പേര് TDP സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജയന്ത് ചൗധരി, അനുപ്രിയ പട്ടേൽ എന്നിവർക്കും ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ്.